യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം. മാഹി സ്വദേശിനി നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് എടുത്ത കേസിലാണ് ജാമ്യം ലഭിച്ചത്. എന്നാൽ ആരെക്കുറിച്ചും അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയോ DGPയോ ആയിരിക്കും തനിക്കെതിരായ കേസിന് പിന്നിലെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുടപ്പനക്കുന്നിലെ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന തന്നെ ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ഷാജൻ ആരോപിച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മെഡിക്കൽ പരിശോധന നടത്തി മജിസ്ട്രേറ്റിന് മുന്നിലും ഷാജനെ ഹാജരാക്കി. രണ്ടുപേരുടെ ആൾജാമ്യത്തിലാണ് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്വേതാ ശശികുമാർ ഷാജന് ജാമ്യം അനുവദിച്ചത്. ഇപ്പോഴത്തെ DGP അദ്ദേഹത്തിൻ്റെ വാശിയുണ്ട്. കാരണം അദ്ദേഹം DGP ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു 10,000 പോലീസുകാരെ വെക്കുകയും 1023 കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല. അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല. DGP ആണല്ലോ. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യുന്ന ആ ദേബാഷ് പേര് പോലും ഇരിക്കുന്നത് സാഹിബ്. അപ്പൊ അങ്ങേരുടെ ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം. ഒരു പക്ഷേങ്കിൽ പിണറായി ആവണമെന്നില്ല. ഈ DGPയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ 2 ദിവസം ജയിലിലടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവാം. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ മാഹി സ്വദേശിനി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലായിരുന്നു പോലീസ് നടപടി. ഡിസംബർ 23-നാണ് ചാനൽ വഴി ഷാജൻ സ്കറിയ വീഡിയോ സംപ്രേഷണം ചെയ്തത്. ഹണി ട്രാപ്പിലൂടെ ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് താൻ എന്ന തരത്തിൽ വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. കള്ളവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങളിലൂടെ വ്യക്തിപരമായും സാമൂഹികമായും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. എന്നാൽ ആർക്കെതിരെയും അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് ഷാജൻ സ്കറിയയുടെ വാദം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.